ഹായ് മക്കളെ, ഇന്ന് നമ്മൾ അസ്ത്ര ഗുരുകുലത്തിൻ്റെ ക്ലാസ്സിൽ 10ാം ക്ലാസ് ഹിന്ദിയിലെ രണ്ടാമത്തെ യൂണിറ്റായ ഉമ്മീദ് കി ദുനിയയിലെ രണ്ടാമത്തെ ചാപ്റ്ററായിട്ടുള്ള വൈറ്റ് ക്യാപ്പ് എന്ന് പറയുന്ന കഥയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ വൈറ്റ് ക്യാപ്പ് എന്ന് പറയുന്ന കഹാനി എഴുതിയത് ലോക് ബാബുവാണ്. അപ്പോൾ നമുക്ക് കഥയിലേക്ക് വേഗം പോകാം അല്ലേ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പാരഗ്രാഫ് നോക്കാം. നയി ബസാഹട്ടോं के कारण ഹർ സാൽ ഷഹർ കി ശക്കൽ ബദൽ ജാതി ഥി. അതായത് പുതിയ താമസ സ്ഥലങ്ങൾ അല്ലെങ്കിൽ വാസസ്ഥലങ്ങൾ ഉണ്ടാക്കുന്നത് കാരണം, അതായത് പുതിയ പുതിയ വാസസ്ഥലങ്ങൾ, പുതിയ പുതിയ ബിൽഡിങ്ങുകൾ ഉണ്ടാകുന്നത് കാരണം ഹർ സാൽ എല്ലാ വർഷവും ഷഹർ കി ശക്കൽ ബദൽ ജാതി ഥി. ഷഹർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടണം. ഓക്കെ, ഷഹർ കി ശക്കൽ അതായത് അതിൻ്റെ മുഖം, ഓക്കെ, അല്ലെങ്കിൽ മുഖഛായ, പ്രതിച്ഛായ എന്നൊക്കെ പറയും. ഓക്കെ, ശക്കൽ ബദൽ ജാതി ഥി അതായത് എല്ലാ വർഷവും പുതിയ പുതിയ ബിൽഡിങ്ങുകൾ വരുന്നത് കാരണം എപ്പോഴും ടൗണിൻ്റെ മുഖഛായ മാറിക്കൊണ്ടേയിരുന്നിരുന്നു. ओके, निर्माणाधीन इमारतों में काम करने वाले मज़दूरों का गांव इतनी दूर था कि वे रोज़ वहाँ लौट नहीं सकते थे. അതായത് നിർമ്മാണാധീൻ ഇമാരത്തോം അതായത് നിർമ്മാണത്തിലിരിക്കുന്ന അതല്ലെങ്കിൽ വർക്കിലിരിക്കുന്ന കെട്ടിടങ്ങൾ. ഓക്കെ, ഇമാരത്തം എന്ന് പറഞ്ഞാൽ കെട്ടിടങ്ങളാണ് കേട്ടോ. ഇമാരത്തോമേ കാം കർണേ വാലേ അതിലൊക്കെ ജോലി ചെയ്യുന്ന മസ്ദൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണിക്കാർ. ഓക്കെ, മസ്ദൂറോം കാ ഗാവ് ഇത്നി ദൂർ ഥാ അതായത് ഇവരുടെയൊക്കെ ഗ്രാമം ഇത്ര ദൂരത്തിലായിരുന്നു. കി വേ റോസ് വഹ ലോട്ട് നെഹി സക്തേ ഥേ. അപ്പോൾ അവരെല്ലാ ദിവസവും അവിടെ തിരിച്ചു വരിക, അതായത് വീട്ടിൽ പോയിട്ട് തിരിച്ച് ജോലിക്ക് വരിക എന്ന് പറയുന്നത് സംഭവിക്കുന്നത് അല്ലെങ്കിൽ നടക്കുന്ന കാര്യമല്ലായിരുന്നു. ഓക്കെ, ऐसे मज़दूर निर्माणाधीन इमारतों के आसपास ही कहीं कोने में अपने गठरियाँ रखकर चूल्हा सुलगाकर ഭോജൻ ബനാത്തെ ഖാത്തെ ഓർ രാത് ഗുസാത്തെ രഹത്തെ. അതായത് പറയുന്നത് ഇങ്ങനെയുള്ള, അതായത് ഡെയിലി പോയിട്ട് വരാൻ പറ്റാത്ത പണിക്കാർ, ജോലിക്കാർ നിർമ്മാണത്തിലിരിക്കുന്ന ഇമാരത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിൽഡിങ്ങുകൾ, നിർമ്മാണത്തിലുള്ള കെട്ടിടങ്ങൾ, അതിൻ്റെ അടുത്ത് തന്നെ, ആസ്പാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് തന്നെ. ഓക്കെ, അടുത്ത് എവിടെയെങ്കിലും തന്നെ എന്ത് ചെയ്യും, ഏതെങ്കിലും ഒരു കോനയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂല എന്നാണ് അർത്ഥം. ഏതെങ്കിലും ഒരു കോനയിൽ അപ്നി ഘട്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാണ്ഡക്കെട്ടുകൾ എന്ന് പറയും. അതായത് അവരുടെ വസ്ത്രങ്ങളും അവരുടെ സാധനങ്ങളും അടങ്ങിയ കെട്ടിനെയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അവരുടെ കെട്ടുകളൊക്കെ അടുക്കി വെച്ചിട്ട് ചൂല സുൽഖാക്കർ അതായത് അടുപ്പ് കൂട്ടുക. ഓക്കെ, അടുപ്പുണ്ടാക്കിയിട്ട് ഭോജൻ ബനാത്തെ ഖാത്തെ ഓർ രാത് ഗുസാർത്തെ രഹത്തെ. അതായത് ഏതെങ്കിലും ഒരു മൂലയിൽ സാധനങ്ങളൊക്കെ വെച്ച് അവിടെ തന്നെ അടുപ്പുണ്ടാക്കി അവിടെ ഭക്ഷണമൊക്കെ പാകം ചെയ്ത് അവിടെ തന്നെ കഴിച്ചു കൂട്ടുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, ഇനി സെക്കൻഡ് പാരഗ്രാഫ് നോക്കാം. ഇനി മസ്ദൂർ പെഹ്റേദാറോമേ ഏക് പരിവാർ കേശവ് കഭി ഥ. അതായത് ഇതുപോലെയുള്ള ജോലിക്കാരുടെയൊക്കെ കൂടെയുള്ള ഒരു കുടുംബം. ഏക് പരിവാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുടുംബം ആരുടേതും ആയിരുന്നു, കേശവിൻ്റേതും കൂടി ആയിരുന്നു. ഓക്കെ, കേശവ് 8 साल का छोटा सा नाटा सा सावला सा लड़का था. അതായത് കേശവ് എന്ന് പറയുന്നത് 8 വയസ്സായ പൊക്കം കുറഞ്ഞ ചെറിയ ഒരു സാവല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറുത്ത കുട്ടിയാണ്. ഓക്കെ, സാവല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറുത്ത, ലഡ്ക ഥ ഒരാൺകുട്ടിയായിരുന്നു. ഓക്കെ, ഉസ്കെ മാതാപിതാ ബേമിത്ര ജില്ലാക്കെ കിസി ഗാവ് സെ യഹാ പഹുഞ്ചേ ഥേ. അതായത് കേശവിൻ്റെ മാതാപിതാക്കൾ, അച്ഛനും അമ്മയും ബേമിത്ര എന്ന് പറയുന്ന ജില്ലയിലെ ഏതോ ഒരു ഗ്രാമത്തിൽ, കിസി ഗാവ് സെ ഏതോ ഒരു ഗ്രാമത്തിൽ നിന്ന് ഇവിടെ എത്തിയതായിരുന്നു. ഓക്കെ, എൻ്റെ ബാക്കി നോക്കാം. फरवरी माह के अंत में जब गर्मी अपने पाँव पसारने लगी थी, तीसरी कक्षा की अपनी वार्षिक परीक्षा दे चुकने के बाद केशव अपने दादाजी से माता पिता के पास शहर जाने की जिद कर बैठा. അതായത് ഫെബ്രുവരി മാഹ് എന്ന് പറഞ്ഞാൽ ഫെബ്രുവരി മാസം. ഓക്കെ, ഫെബ്രുവരി മാസത്തിൻ്റെ അവസാനം. ഓക്കെ, അന്തുമേ അവസാനം ജബ് ഗർമി അപ്നെ പാവ് പസാർനെ ലഗി ഥി. അതായത് ഗർമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂട്. ഓക്കെ, ചൂട് തൻ്റെ പാവ് പസാർന ചിറക് വിരിക്കുക, അതായത് ചൂട് തുടങ്ങുക. ഓക്കെ, അപ്പോൾ ചൂട് തുടങ്ങുന്ന സമയത്ത് തീസരി കക്ഷാക്കി അപ്നി വാർഷിക പരീക്ഷ, അതായത് 3ാം ക്ലാസ്സിലെ തൻ്റെ കൊല്ലപ്പരീക്ഷ ദേ ചുക്നെ കെ ബാദ് അതായത് എഴുതി കഴിഞ്ഞതിന് ശേഷം കേശവ് അപ്നെ ദാദാജി സെ മാതാപിതാ കെ പാസ് ഷഹർ ജാനെ കി സിദ് ഖൈർ ബേട്ട.
അത് എക്സാമൊക്കെ കഴിഞ്ഞു, 3ാം ക്ലാസ്സിലെ എക്സാമൊക്കെ ഫെബ്രുവരി ലാസ്റ്റ് ആയപ്പോൾ കഴിഞ്ഞു. അതിനുശേഷം എന്താണ് കേശവ് അപ്പോൾ അവൻ്റെ ദാദാജി എന്ന് പറഞ്ഞാൽ മുത്തശ്ശൻ, ഓക്കെ, മുത്തശ്ശൻ്റെ അടുത്ത് എന്താണ് പട്ടണത്തിലുള്ള അച്ഛൻ്റെ അമ്മേൻ്റെ അടുത്ത് പോകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, സിദ് കർ ബേട്ട, സിദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാശി പിടിക്കുക, ഓക്കെ. बुढ़ापे में बचा कुचा दिमाग जब पोते ने कुतरना शुरू किया तो हताश उसके दादाजी ने उसे बस में बिठाकर यहाँ उसके माता पिता के पास ला छोड़ा. അതായത് എന്താണ് ബുഡാപ്പേമേ എന്ന് പറഞ്ഞാൽ പ്രായമായപ്പോൾ വാർദ്ധക്യത്തിൽ, ഓക്കെ. ബച്ചാ കുഷാ ദിമാഗ് അതായത് ബാക്കിയായിട്ടുള്ള ദിമാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസ്തിഷ്കം എന്നാണ് അർത്ഥം. അതായത് പ്രായാധിക്യത്തിൻ്റെ വിഷമങ്ങൾക്കൊക്കെ ഇടയിൽ എന്താണ് ഈ അതല്ലെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ടുകൾക്കിടയിൽ ജബ് പോത്തേനെ കുത്തർനാ ശുരു കിയാത്തോ, അതായത് എന്താണ് ഈ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കില്ല, എനിക്ക് അച്ഛൻ്റെ അടുത്ത് പോകണം അമ്മേൻ്റെ അടുത്ത് പോകണം എന്നിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. അത് പ്രായമായ മനുഷ്യന് എന്ത് ചെയ്യുന്നുണ്ടാവും, അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടാവും, ഓക്കെ. അതാണ് ചെറിയ വാക്കിൽ നിന്ന് അല്ലെങ്കിൽ ആ വരികളിൽ നിന്നുള്ള അർത്ഥം എന്ന് പറയുന്നത്, ഓക്കെ. തോ ഹതാഷ് ഉസ്കെ ദാദാജീനെ, അതായത് നിരാശയോടെ, അതായത് ഇങ്ങനെയൊക്കെ കുട്ടി എന്താണ് വെക്കേഷനായി അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോകണമെന്ന് പറഞ്ഞ് എന്താണ് വഴക്കുണ്ടാക്കുന്ന സമയത്ത് ദാദാജി അല്ലെങ്കിൽ മുത്തശ്ശൻ നിരാശയോടെ ഉസ്സെ ബസ് മേ ബിട്ടാക്കർ യഹാ ഉസ്കെ മാതാപിതാക്കെ പാസ് ലാച്ചോട, അതായത് എന്താണ് അങ്ങനെ വേറെ വഴിയൊന്നും ഇല്ലാണ്ട് നിരാശയോടെ എന്ത് ചെയ്യാണ്, ബസ്സിലിരുത്തി കുട്ടിയെ, അതായത് കേശവിനെ അവൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് കൊണ്ടുവന്ന് ആക്കി, ഓക്കെ. यहाँ आकर केशव दिन भर के लिए परिवार के अस्थाई डेरे में अकेले पड़े रहने को मजबूर था. അതായത് എന്താ പറയുന്നത്, യഹാ ആനയ്ക്ക് ബാദ്, യഹാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഇവിടെ, അതായത് പട്ടണത്തിൽ വന്നതിന് ശേഷം കേശവ് ദിൻ ഭർ കെ ലിയെ ദിവസം മുഴുവൻ, ദിൻ ഭർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിവസം മുഴുവൻ, പരിവാർ കെ അസ്ഥായി ഡേരെ അതായത് എന്താണ് കുടുംബത്തിൻ്റെ സ്ഥിരമല്ലാത്ത വാസസ്ഥലം, അസ്ഥായി ഡേരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരമല്ലാത്ത വാസസ്ഥലത്ത് അക്കേലെ പടേ രഹനെ കോ മജ്ബൂർ ഥ, അതായത് എന്താണ് സ്ഥിരമല്ലാത്ത വാസസ്ഥലത്ത് ഒറ്റയ്ക്ക് നിൽക്കാൻ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് താമസിക്കാൻ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് മജ്ബൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർബന്ധിതനാവുക അല്ലെങ്കിൽ നിർബന്ധിതനായിരുന്നു, ഓക്കെ. അവന് വേറെ വഴിയില്ല, അവൻ അവിടെ തന്നെ നിർബന്ധമായിട്ടും അവരുടെ സ്ഥിരമല്ലാത്ത ആ വാസസ്ഥലത്ത് പകൽ സമയങ്ങൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വന്നു, സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വന്നു, ഓക്കെ. ആഖിർ കുച്ച് ദിനോ അക്കുലാത്തെ പടേ രഹനെ കെ ബാദ് കേശവ് ഉസ് ഡേരെ സെ ബാഹർ നിക്ല, അതായത് എന്താണ് ആഖിർ അവസാനം കുറച്ച് ദിവസം അക്കുലാത്തെ പടേ രഹനെ കെ ബാദ്, അതായത് പേടിക്കുക എന്നാണ് അക്കുലാനെ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം, ഓക്കെ. അപ്പം എന്താണ് പേടിച്ച് ഇങ്ങനെ ഇരുന്നതിന് ശേഷം, കെ ബാദ് എന്ന് പറഞ്ഞതിന് ശേഷം കേശവ് ഉസ് ഡേരെ സെ ബാഹർ നിക്ല, കേശവ് എന്ത് ചെയ്തു, ആ മുറിയിൽ നിന്ന് അല്ലെങ്കിൽ അവൻ്റെ വാസസ്ഥലത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങി, ഓക്കെ. आसपास की दूसरी कॉलोनियों के उसने चक्कर लगाए, फिर एक कॉलोनी के पास लड़कों को क्रिकेट खेलता देखकर ठहर गया, അതായത് എന്താണ് ആസ്പാസ് കി ദൂസരി കോളനിയോമേ, എന്താണ് അടുത്തടുത്തുള്ള മറ്റു കോളനികളിലൊക്കെ എന്ത് ചെയ്തു, ഉസ്നെ ചക്കർ ലഗായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറങ്ങി നടക്കുക, ഓക്കെ. ഫിർ ഏക് കോളനി കെ പാസ് ലഡ്കോ കോ ക്രിക്കറ്റ് ഖേൽത്താ ദേക്കർ, അതായത് എന്താണ് അതിന് ശേഷം അടുത്തുള്ളൊരു കോളനിയിൽ എന്താ കുട്ടികൾ ക്രിക്കറ്റ് ഖേൽത്താ ദേക്കർ, ആൺകുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, ക്രിക്കറ്റ് കളിക്കുന്നത് കണ്ടിട്ട് ടെഹർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്നു പോവുക, ഓക്കെ. അവിടെ നിന്നു, ഓക്കെ. വഹ് ദൂർ ഏക് നീം കെ പേട് കെ നീച്ചെ ചായാമേ ബൈഠ് ഗയാ, അതായത് എന്താണ് അവൻ എന്നിട്ട് എന്ത് ചെയ്തു, ദൂരെ ഒരു നീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേപ്പ്, ഓക്കെ. വേപ്പിൻ്റെ മരത്തിൻ്റെ താഴെ, ഒരു വേപ്പ് മരത്തിൻ്റെ താഴെ എന്താ അതിൻ്റെ ഛായയിൽ, അതിൻ്റെ തണലിൽ ഇരുന്നു, ഓക്കെ. ബാക്കി ലടുക്കെ നിശ്ചിന്ത് ഹോക്കർ ക്രിക്കറ്റ് ഖേൽത്തെ രഹേ, അതായത് എന്താണ് മറ്റു കുട്ടികൾ ഇതൊന്നും ശ്രദ്ധിക്കാതെ, നിശ്ചിന്ത് ഹോക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ അവർ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടേ ഇരുന്നു, ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. കേശവ് അബ് റോസ് ദിൻ മേം ലഡ്കോ കാ ഖേൽ ദേഖ്നെ ഉദർ ആനെ ലഗ, അപ്പോൾ എന്താണ് കേശവ് ഇപ്പോൾ എല്ലാ ദിവസവും, അബ് റോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാ ദിവസവും ദിൻ മേ പകൽ ലഡ്കോ കാ ഖേൽ ദേഖ്നെ ഉദർ ആനെ ലഗ, അപ്പോൾ എന്താണ് പകൽ എല്ലാ സമയത്തും കേശവ് ഈ ആൺകുട്ടികളുടെ ക്രിക്കറ്റ് മാച്ച് കാണാനായിട്ട് അവിടെ വരാനായിട്ട് തുടങ്ങി. നീം കെ നീച്ചെ ബൈഠെ അപ്നാ ഖേൽ ദേഖ് रहे കേശവ് को लड़कों ने कुछ दिनों अपने खेल में तो शामिल नहीं किया, അതായത് എന്താണ്
നീം കെ നീച്ചെ, നീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വേപ്പ് മരത്തിൻ്റെ താഴെ ബൈഠെ അപ്ന ഖേൽ ദേഖ് രഹേ കേശവ് കോ, അതായത് എന്താണ്, പിന്നെ ആ മരത്തിൻ്റെ താഴെ ഇരുന്നിട്ട് ക്രിക്കറ്റ് കളി കാണുന്ന കേശവിനെ എന്താ ലഡ്ക്കോനെ കുച്ച് ദിനോ അപ്നെ ഖേൽ മേ തോ ഷാമിൽ നഹി കിയ, അതായത് എന്താണ്, കുട്ടികൾ ക്രിക്കറ്റ് കളിക്കാൻ കൂട്ടിയിട്ടൊന്നുമില്ല. ഓക്കെ. മഗർ ഉസ്സെ അപ്നി ഹസി മസാക്ക വിഷയ് ജറൂർ ബനാ ലിയ ഥാ, പക്ഷേ, മഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ, കേശവ്, ഉസ്സെ എന്ന് പറഞ്ഞാൽ കേശവിനെ അപ്നി ഹസി മസാക്ക വിഷയ് ജറൂർ ബനാ ലിയ ഥാ, അതായത് എന്താണ്, ക്രിക്കറ്റ് കളിക്കാൻ എല്ലാ ദിവസവും വന്നിട്ട് ആ മരത്തിന് താഴെ ഇരുന്നിട്ട് അവരുടെ ക്രിക്കറ്റ് കളി കാണുന്ന കേശവിനെ ഒരിക്കലും അവർ ക്രിക്കറ്റ് കളിക്കാനൊന്നും, കുറച്ച് ദിവസത്തേക്ക് അവർ ക്രിക്കറ്റ് കളിക്കാൻ കൂട്ടിയിട്ടൊന്നുമില്ല. പക്ഷേ അവൻ എന്തായിരുന്നു, അവരുടെ തമാശയുടെ, അതായത് തമാശയും അവനെ ഉപദ്രവിക്കാനൊക്കെ ഇല്ല, അതായത് അവരുടെ തമാശയുടെ പാത്രമായിട്ട് അവൻ മാറിക്കഴിഞ്ഞിരുന്നു. ഓക്കെ. खेल में आउट होकर आए और पहले से नीम के नीचे आकर बैठे लड़के बीच बीच में उसकी खोपड़ी पर തബ്ല ബജാത്തെ, അതായത് എന്താണ്, ഖേൽ മേ ഔട്ട് ഹോക്കർ ആയേ, അതായത് കളിയിൽ ഔട്ടായിട്ട് വന്ന കുട്ടികളും ഓർ പെഹലെ സേ നീം കെ നീച്ചെ ആക്കാർ ബൈഠെ ലടുക്കെ, അതായത് ആദ്യമേ ആ മരത്തിന് താഴെ വന്നിരിക്കുന്ന കുട്ടികളും എന്താണ്, ബീച്ച് ബീച്ച് മേ മുസ്കി ഖോപ്പടി പർ, അതായത് എന്താണ്, ഇടയ്ക്കിടയ്ക്ക് അവൻ്റെ ഖോപ്പടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലയിൽ, ഓക്കെ, തബ്ല ബജാത്തെ, തലയിൽ ഇങ്ങനെ കൊട്ടുക. ഓക്കെ. കബി മസാക് മേ സിർ പർ ഹാത്ത് ബി ജമാ ദേത്തെ, അതായത് എന്താണ്, ചിലപ്പോൾ തമാശയ്ക്ക്, മസാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമാശയ്ക്ക് അവൻ്റെ തലയിൽ എന്ത് ചെയ്യാറുണ്ടായിരുന്നു, ഹാത്ത് ബി ജമാ ദേത്തെ, ഹാത്ത് ജമാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അടിക്കുക എന്നുള്ള അർത്ഥമാണ്. ഓക്കെ. മാർദേന, ഓക്കെ, അടിക്കുകയും ചെയ്യുമായിരുന്നു. തോ ബി കേശവ് മുസ്കുറാത്ത രഹത്ത, അതായത് പക്ഷേ എന്നാൽ അവരെന്ത് ചെയ്താലും കേശവ് എന്ത് ചെയ്യുമായിരുന്നു, വെറുതെ ചിരിക്കുക മാത്രം ചെയ്യുമായിരുന്നു. ഓക്കെ. കുച്ച് ബഡേ ലഡ്കെ സഹാനുഭൂതി ജതാത്തെ ഉസ്കി ഖോപ്പടി കെ പീछे മത് പടോ യാർ ദുഃഖ ഹോഗ, അപ്പോൾ എന്താണ്, കുറച്ച് വലിയ കുട്ടികൾ, വലിയ ആൺകുട്ടികൾ സഹാനുഭൂതിയോടെ, അതായത് കുറച്ച് അവനോടൊരു അനുകമ്പ തോന്നിയിട്ട് എന്ത് പറയും, ഉസ്കി ഖോപ്പടിക്ക് പീछे മത് പടോ യാർ, അവൻ്റെ തലയ്ക്ക് പുറകെ പോകാതെ എന്താണ്, പോകാതിരിക്കൂ, അവനെ ഉപദ്രവിക്കാതിരിക്കൂ, വേദന എടുക്കുന്നുണ്ടാവും, ദുഃഖ ഹോക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദന എടുക്കുന്നുണ്ടാവും എന്ന് പറഞ്ഞ് അവരെന്ത് കാണിക്കാറുണ്ട്, സഹാനുഭൂതി പ്രകടിപ്പിക്കാറുണ്ട്. ഓക്കെ. അപ്പോൾ അതിൻ്റെ ബാക്കി നോക്കാം. കുച്ച് ദിനോമേ വഹ് ലഡ്കോ കെ ഖേൽ കി ജറൂറത്ത് ബി ബൻ ഗയാ ഥാ, അതായത് എന്താണ്, കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കേശവ് കുട്ടികളുടെ ക്രിക്കറ്റിലെ എന്താണ്, സെറൂറത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ആവശ്യമായ ഘടകമായിട്ട് മാറിക്കഴിഞ്ഞിരുന്നു. किसी लड़के के समय पर ना पहुंचने पर वे केशव को उसके घर बुलवाने भेजने लगे, അതായത് എന്താണ്, കിസി ലഡ്കേക്ക് സമയ പർ നാ പഹുഞ്ചനെ പർ, അതായത് ചില കുട്ടികൾ ചിലപ്പോൾ സമയത്ത് ക്രിക്കറ്റ് കളിക്കാനായിട്ട് എത്തിയില്ലാന്നിരിക്കും. അപ്പോൾ ആരെ വിടും, കേശവിനെ ആ കുട്ടിയുടെ വീട്ടിലേക്ക് വിളിക്കാനായിട്ട് വിടും. ബുൽവാനെ ബേജ്നയിലൊക്കെ, അതായത് ബുൽവാനെ ബേജ്ന എന്ന് പറഞ്ഞാൽ വിളിക്കാനായിട്ട് വിടും. ഓക്കെ. കേശവ് ഉച്ചക്കർ അപ്നെ നന്നെ ഹാത്തോ സെ ഉസ് ലഡ്കെ കെ ഘർ കി ഊഞ്ചി കോൾബെൽ ബജാത്ത, അതായത് എന്താണ്, കേശവ് ഉച്ചക്കർ, അതായത് തുള്ളിച്ചാടിക്കൊണ്ട്, അതായത് എത്താത്ത സാധനം തുള്ളിയിട്ട് ബെല്ല് അടിക്കാന്നാണ് പറയുന്നത് കേട്ടോ. ഉച്ചക്കറിന് തുള്ളിച്ചാടിക്കൊണ്ട് അപ്പനെ നന്നെ ഹാത്തോസെ, തൻ്റെ ചെറിയ കൈകൾ കൊണ്ട് ഉസ് ലഡ്കെ ഘർ കി ഊഞ്ചി കോൾബെൽ ബജാത്ത, അതായത് ഹൈറ്റിലുള്ള കോളിംഗ് ബെൽ എന്ത് ചെയ്യും, ബെല്ലടിക്കും. ഓക്കെ. ലഡ്ക ഖുദ് പ്രകട് ഹുവാ തോ ടീക്ക്, അതായത് കുട്ടി തന്നെയാണ് വന്ന് വാതിൽ തുറന്നതെങ്കിൽ ഓക്കെ. यदि उसके घर वाले निकल आते तो केशव को देखकर अपने लड़के को खेलने ना भेजने का उनका इरादा और पक्का हो जाता, അതായത് എന്താണ്, കുട്ടി തന്നെയാണ് വന്ന് വാതിൽ തുറക്കുന്നെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. പക്ഷേ എന്താണ്, ഉസ്കെ ഘർ വാലെ നിക്കലാത്തേ, അതായത് അവൻ്റെ വീട്ടിൽ, അതായത് ആ കുട്ടിയുടെ വീട്ടിലെ ആളുകളാണ് പുറത്തേക്ക് വരുന്നതെങ്കിൽ കേശവിനെ കണ്ടു കഴിഞ്ഞാൽ, കേശവ് കോ ദേഖ്കർ എന്താ, അപ്നെ ലഡ്കെ കോ ഖേൽനെ നാ ഭേജ്നെ കാ ഉൻക ഇരാദ, അതായത് എന്താണ്, അവരുടെ കുട്ടിയെ കളിക്കാനായിട്ട് വിടാതിരിക്കാനുള്ള അവരുടെ താല്പര്യം, ഇരാദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ താല്പര്യം എന്താണ്, ഓർ പക്ക ഹോ ജാത്ത, കുറച്ചുകൂടി എന്താവും, ഉറപ്പിക്കുന്നത് പോലെ ആകും. ഓക്കെ. ഗുലു ആജ് ഖേൽനെ നഹി ജായേഗ പടായി കരേഗ തും ഭാഗോ യഹസെ, അപ്പോൾ എന്താണ്, ഗുല്ലു ഇന്ന് കളിക്കാൻ വരില്ല, അവനെന്താണ്, ഇന്ന് പഠിക്കാനുണ്ട്, സോ എന്താ, നീ ഇവിടുന്ന് വേഗം ഓടിപ്പോയിക്കോ എന്ന് പറഞ്ഞ് പേടിപ്പിക്കും. ഓക്കെ. ആൻറ്റി उसके दोस्त बुला रहे हैं, केशव
മാസൂമിയത് സെ കഹത്ത, എന്താണ് ആൻറ്റി അവൻ്റെ സുഹൃത്തുക്കൾ വിളിക്കുന്നുണ്ട്. കേശവ് എന്താണ് വളരെ നിഷ്കളങ്കമായിട്ട് അവരോട് പറയും. ഓക്കെ, തുമാക്കോ ഭാഗ്നെ ബോല ഹേ ഫിർ ഭി ഖഡേ ഹോ ലഗാവും ക്യാ ദോ ചപ്പട്ട്. അപ്പോൾ എന്താണ് പറയുന്നത്, നിന്നോട് തുമാക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്നോട്. ഓക്കെ, ഭാഗ്നെ ബോല ഹേ നിന്നോട് ഓടാനാണ് പറഞ്ഞത്. ഓക്കെ, ഫിർ ഭി ഖഡേ ഹോ എന്നിട്ട് ഇവിടെ നിൽക്കുകയാണ്. ലഗാവും ക്യാ ദോ ചപ്പട്ട്, അതായത് 2 അടി തരട്ടെ. ചപ്പട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടി. ഓക്കെ, 2 അടി തരട്ടെ എന്ന് പറയും. ഓക്കെ, തബ് ഖിലാടി കി കമി കി പൂർത്തി കേശവ് സെ കി ജാത്തി, അതായത് കുട്ടികളൊക്കെ വരാണ്ടായി പോയി കഴിഞ്ഞാൽ ആളില്ലാത്തത് പരിഹരിക്കുന്നത് എങ്ങനെയാണ്, കേശവിനെ ടീമിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. ഓക്കെ, മഗർ ദൂർ ഇമാരത്തോं से झाड़ियों से गंदी नाली से बॉल लाने का जिम्मा കേശവ് കാ ഹി ഹോത്ത. അങ്ങനെയാണെങ്കിൽ അതായത് കേശവിനെ എന്താണ് ടീമിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇമാരത്തോസെ, ഇമാരത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിൽഡിങ്ങുകളിൽ നിന്ന്. ഓക്കെ, അതേപോലെ ജാഡിയോസെ, ജാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റിക്കാടുകളിൽ നിന്ന്. അതേപോലെ ഗന്ദി നാലിസെ, അഴുക്ക് ചാലുകളിൽ നിന്ന്. ബോൾ ലാനേക്ക സിമ കേശവ് കാ ഹി ഹോത്ത, അതായത് എന്താണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ബോൾ പോയി പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബോൾ തിരിച്ചു കൊണ്ടുവരാനുള്ള ചുമതല അല്ലെങ്കിൽ അതിനുള്ള റെസ്പോൺസിബിലിറ്റി ആർക്കാണ് കൊടുത്തിരിക്കുന്നത്, കേശവിനാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ചാഹെ വഹ് ദോനോ ടീമോമേ കിസി കാ ബി ഹിസ്സ ഹോ, അതായത് അവൻ ഏത് ടീമിലെ അംഗമായിരുന്നാലും ബോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആര് തന്നെ ബോൾ എടുത്തിട്ട് വരണം, കേശവ് തന്നെ പോയിട്ട് എടുത്തിട്ട് വരണം. ഓക്കെ, കൈ ബാർ ഉൻകി ബോൾ കിസി ഘൂഘാർ ദമ്പതിക്ക് ആഹ്തേമേ ചലി ജാത്തി, അതായത് ചില സമയത്ത് ഇവരുടെ ബോൾ ഇവിടെ എത്തും ഭയങ്കര ഭീകരരായ ഭയങ്കര സാധനങ്ങളായ ദമ്പതികളുടെ കോർട്ട്യാർഡിലേക്ക്, അതായത് അവരുടെ യാർഡിലേക്ക്, അവരുടെ വളപ്പിലേക്ക് എത്തും. ഓക്കെ, അല്ലെങ്കിൽ പോകും. ഓക്കെ, ജിനെ ലഡുക്കോ കാ ഇധർ ഖേൽനാ ഹി പസന്ത് നഹി താ, അതായത് അവർക്കാണെങ്കിൽ ഈ കുട്ടികൾ ഇവിടെ നിന്ന് കളിക്കുന്നത് തീരെ ഇഷ്ടമല്ല. ഓക്കെ, ബഡേ ലഡുക്കോ കോ വഹാ ബോൾ മാങ്തേ ജാനെ പർ अपमानित होने और बॉल से हाथ धो बैठने का डर रहता था, അതായത് എന്താണ് ഈ കുട്ടികൾ കളിക്കുന്നതൊന്നും ഇഷ്ടമല്ലാത്ത ദമ്പതികളുടെ അടുത്തേക്ക് വലിയ കുട്ടികൾക്ക്, അതായത് ബഡേലെടുക്കോക്കോ, അതായത് വലിയ കുട്ടികൾക്ക് എന്താണ് അവിടത്തേക്ക് പോകാൻ, എന്താണ് ബോളും ചോദിച്ചു പോകാൻ, എന്താണ് അവർക്കൊരു അപമാനിത് ഹോനേക്ക, അതായത് എന്താണ് അപമാനിക്കപ്പെടുന്നതിൻ്റെയും, അതേപോലെ ഓർ ബോൾ സെ ഹാത്ത് ധോ ബൈഠ്നേക്ക, അതായത് എന്താണ് ബോൾ നഷ്ടപ്പെടുന്നതിൻ്റെയും. ആ വാക്കിൻ്റെ അർത്ഥം എന്താണ്, ബോൾ സെ ഹാത്ത് ധോ ബൈഠ്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ബോൾ നഷ്ടപ്പെടുന്നതിൻ്റെയും എന്താണ് ഭയം ഉണ്ടാകുന്നതുകൊണ്ട് അവരങ്ങോട്ടേക്ക് പോകാറില്ല. ഓക്കെ, इसलिए वे कुछ देर रुककर चुपके से केशव को ഉൻകെ അഹാത്തേക്ക് അന്തർ ഉത്താർത്തേ, അതായത് എന്താണ് അതുകൊണ്ട് തന്നെ വേ കുച്ച് ദേർ, അതായത് അവർ കുറച്ച് സമയം കുറച്ച് സമയം വെയിറ്റ് ചെയ്തിട്ട് ചുപ്കെ സെ, അതായത് ഒളിച്ചുകൊണ്ട് കേശവിനെ എന്ത് ചെയ്യും, ഉൻകെ അഹാത്തേക്ക് അന്തർ, അവരുടെ വളപ്പിനകത്തേക്ക്, അതായത് അവരുടെ സ്ഥലത്തിനകത്തേക്ക് എന്ത് ചെയ്യും, ഉത്താർത്തേ ഇറക്കി വിടും. ओके, केशव बंदर की तरह बॉल को ढूंढकर बाहर उछाल देता और लड़के केशव को वापस അഹാത്തെ के बाहर खींच लेते, അതായത് എന്താണ് അവർ പതുക്കെ കേശവിനെ അതിനകത്തേക്ക് ഇറക്കി വിടും. കേശവ് ഒരു ബന്ദറിനെ പോലെ, ബന്ദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുരങ്ങ്. ഓക്കെ, കുരങ്ങിനെ പോലെ ബോൾ എന്ത് ചെയ്യും, തപ്പി കണ്ടുപിടിക്കും. അതിനുശേഷം ഉച്ചാൽ ദേന എറിയുക, പുറത്തേക്ക് എറിഞ്ഞു കൊടുക്കും. ഓക്കെ, ഓർ ലड़के केशव को वापस അഹാത്തേക്ക് ബാഹർ खींच लेते, അതിനുശേഷം എന്ത് ചെയ്യും, ആൺകുട്ടികൾ കേശവിനെ പുറത്തേക്ക് വലിച്ചെടുക്കും. खेल के ज़्यादातर समय केशव किनारे बैठा बाकी लड़कों को खेलता देखता रहता. അപ്പോൾ കളിയുടെ മിക്ക സമയങ്ങളിലും, അതായത് മുക്കാൽ സമയങ്ങളിലും അല്ലെങ്കിൽ അതിൻ്റെ കൂടുതൽ സമയവും എന്താണ് കേശവ് പുറത്തിരുന്നിട്ട് ബാക്കിയുള്ള കുട്ടികൾ കളിക്കുന്നത് എന്ത് ചെയ്യാറാണ് പതിവ്, നോക്കിക്കൊണ്ടിരിക്കാറാണ് പതിവ്. ഓക്കെ.